പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 10 വരെ തിരുവചന ഭാഗങ്ങൾ. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം ശവകുടീരം കാണുവാൻ മഗ്ദലന മറിയവും മറ്റേ മറിയവും പോയി എന്നാണ് വചനം പറയുക. ശവകുടീരത്തിനടുത്തെത്തിയ അവർ കണ്ടത് ഉരുട്ടിമാറ്റിയ കല്ലും അതിന് മുകളിലിരിക്കുന്ന ദൈവദൂതനെയുമാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന ക്രൂശിക്കപ്പെട്ട യേശു അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്നതായിരുന്നു അവർക്ക് ലഭിച്ച സന്ദേശം. ഉത്ഥിതനായ യേശുവിനെ കുറിച്ച് കേട്ടറിഞ്ഞ അവർ മാർഗമധ്യേ തങ്ങളുടെ എതിരെ വന്നു നിൽക്കുന്ന യേശുവിനെ കണ്ടുമുട്ടുകയാണ്. അവർ ഈശോയുടെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു എന്നാണ് വചനം പറയുന്നത്. ഈശോയുടെ ഉയർപ്പ് എന്നത് കേട്ടറിവിൽ നിന്ന് തൊട്ടറിവിലേക്കുള്ള ഒരു പരിണാമമാണ്. യേശു ഉയർത്തു എന്ന് കേട്ടറിഞ്ഞവർ തന്നെ ഉയർപ്പിക്കപ്പെട്ട യേശുവിനെ തൊട്ടറിഞ്ഞ് ആരാധിക്കുന്നു. ദൈവം തൊട്ടവരും ദൈവത്തെ തൊട്ടവരും വിശുദ്ധീകൃതരായി മാറി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിച്ചവർ പിന്നീട് മറ്റുള്ളവരെ തൊട്ട് വിശുദ്ധീകരിക്കുന്നവരായി മാറുന്നു. ഈശോയെ തൊട്ടവരും ഈശോ തൊട്ടവരും വിശുദ്ധിയുടെ പരിമളം പരത്തുന്ന ഒരു അഭിഷേക തൈലം പോലെ ആയി എന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുക. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം 29-ാമത്തെ തിരുവചനത്തിൽ അഭിഷേക തൈലത്തിൻ്റെ സവിശേഷത വചനം വ്യക്തമാക്കി തരുന്നുണ്ട്. ദൈവം മോശയോട് പറയുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും പരിശുദ്ധമാകേണ്ടതിന് അവയെ നീ വിശുദ്ധീകരിക്കണം, അവയെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധമാകും. ഉത്ഥിതനായ ഈശോയെ തൊട്ടവരെല്ലാം പിന്നീട് വിശുദ്ധിയുള്ളവരായി മാറുകയും ഉത്ഥിതന് സാക്ഷ്യം നൽകി ജീവിക്കുകയും ചെയ്തു എന്ന് ചരിത്രം വ്യക്തമായി പറഞ്ഞു തരുന്നു. മഗ്ദലന മറിയവും തോമസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനുമൊക്കെ ഉത്ഥിതനായ ഈശോയെ തൊട്ടറിഞ്ഞവരാണ്. ഉത്ഥിതനായ ഈശോ അഭിഷേക തൈലം പോലെയാണ്. ആ തൈലത്തെ തൊട്ടവരെല്ലാം വിശുദ്ധീകൃതരായി അവർ വിശുദ്ധിയുടെ പരിമളം പരത്തുന്നവരായി മാറി. ഈ ഉത്ഥാന രഹസ്യം ആഘോഷിക്കുന്ന നമ്മളും അഭിഷേക തൈലമായ ഉത്ഥിതനായ ഈശോയെ തൊട്ട് അനുഭവിക്കേണ്ടവരാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ഉയർപ്പ് തിരുനാൾ നമുക്ക് തരിക. ഈശോയെ തൊട്ട് വിശുദ്ധിയിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ഈ ഉയർപ്പ് തിരുനാൾ നമ്മളെ വിളിക്കുകയാണ്. മനുഷ്യദൃഷ്ടിയിൽ അശുദ്ധരെന്ന് തോന്നുന്ന പലരെയും ഈശോ തൊട്ടപ്പോൾ അവർ വിശുദ്ധിയുള്ളവരായി തീർന്നു. ഈ ഉത്ഥാന രഹസ്യം നമ്മുടെയും ഹൃദയത്തെ തൊട്ട് വിശുദ്ധീകരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.